ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. അവസാനം ഇപ്പോൾ ചക്ക എവിടെ കിടക്കണത്? തെങ്ങിൻ്റെ ചോട്ടിൽ ചീഞ്ഞ് വളമായി കിടക്കുക. അങ്ങനെ വളാവാനെങ്കിലും ഉപകാരപ്പെട്ടല്ലോ. എന്തായാലും ചേച്ചി കിടന്ന് കരയുന്നു, ചേച്ചിയുടെ ഭർത്താവ് അപ്പുറത്തിരുന്ന് ചിരിക്കുന്നു. സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് നല്ല സങ്കടമുണ്ട്. മുഖത്ത് പ്രത്യേകം ചേട്ടൻ്റെ മുഖത്ത് ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് ഇതൊന്ന് കണ്ടു നോക്കിയേ. എൻ്റെ പൊന്നേ പറ്റുള്ള കരച്ചിൽ, മോഡേൺ കരച്ചിൽ, വേറെ രീതിയിലുള്ള കരച്ചിൽ കാണൂ. പ്രത്യേകിച്ചത് ട്രോളർമാർക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരമാണ്. അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളും വീഡിയോസുകളൊക്കെ ഒന്നുപോലും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. കാരണം എന്നെയും കൂടി ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തിടുന്നത് കൊണ്ടും എല്ലാവരും അത് റീപോസ്റ്റ് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ഓരോ വീഡിയോസുകളും പോസ്റ്റുകളും കണ്ടു. എന്തായാലും അത്തരത്തിലുള്ള ചേട്ടാ, ആ കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ചിട്ട് പറയണം കേട്ടോ. കണ്ണൊക്കെ അങ്ങ് ഉള്ളിൽ പോയിട്ടുണ്ട്. ആ കണ്ണ് ശോഷിച്ചല്ലോ. സങ്കടം സഹിക്കാൻ വയ്യല്ലേ. ചിരിച്ചിട്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി പറ. അല്ല, അത്തരത്തിലുള്ള നിങ്ങളുടെ ഓരോ ക്രിയേറ്റിവിറ്റികളും എനിക്ക് ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടി സമയം കണ്ടെത്തിയാണ്. ഒന്നുമല്ല എന്നിട്ട് പോലും എനിക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയ ഓരോ ട്രോളർമാർക്കും ഞങ്ങളുടെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. അടുത്ത കൊല്ലവും കാണാൻ കേട്ടോ. അടുത്ത കൊല്ലല്ല, അടുത്ത സീസണിൽ കാണാൻ കേട്ടോ. ചക്ക തന്നെയാണ് താമര തന്നെയാണ് ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി പിന്നെ അതിലുപരി ഇപ്പം അതിലും ഗംഭീരമായൊരു വീഡിയോ പോസ്റ്റ് ഷെയർ ആവുന്നുണ്ട്. അതായത് എന്റെ ഇലക്ഷന്റെ തുടക്ക സമയത്ത് ക്യാമ്പയിനിങ് ഒക്കെ തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസമായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ട്രോളെല്ലാം കാണുന്നുണ്ട്, അടിപൊളിയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷെ എന്നാലിങ്ങനെ ഒരുപാട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പൊ അത് പറഞ്ഞിട്ട് എനിക്ക് 1 മാസം കഴിഞ്ഞു. 1 മാസത്തിൽ 1.5 മാസത്തോളം ആയിരുന്നല്ലേ, അത്രയും ആയി തോന്നുന്നു. എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ടാളും മാറിയിരുന്നങ്ങ് മോങ്ങ്. നല്ല സങ്കടമുണ്ട്, മുഖത്തുനിന്ന് കാണാനുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് കമന്റൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണത്രേ. എന്നാൽ കുറേ കാലം കൂടി ഇത് കേൾക്കേണ്ടിയിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം അമ്മാതിരി സാധനങ്ങളല്ലേ പഠിച്ചു വിട്ടിട്ടുള്ളത്. ബാക്കി പറ, കേക്കട്ടെ. ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ അത് വന്നിട്ട് ഇപ്പോ ആ വാചകങ്ങള് ഇപ്പോ അത് കൃത്യമായിട്ട് ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ഷന് തോറ്റതിന് ഉപദ്രവിക്കരുത്, വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് എന്റെ അല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇലക്ഷന്റെ തുടക്ക സമയത്ത് ഒരു ചാനലിൽ ജസ്റ്റ് ഒരു ബൈറ്റ് കൊടുത്ത സമയത്ത് ഉണ്ടായ 1-2 കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു മിസ്ലീഡുകൾ എത്തുമ്പോൾ നമുക്കത് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവരോടും സന്തോഷം തന്നെയുള്ളൂ. നമുക്കത് പ്രത്യേകം പറയണം. ഇത് നമുക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ല കേട്ടോ. ഇത് തരത്തിലുള്ള എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങള് ഇതിന്റെ ഒരു ഭാഗവത്തായിട്ട് ഇതിൽ ഓരോ കാര്യങ്ങളിലും മാക്സിമം പ്രസൻസ് കൊടുക്കാനായിട്ടുണ്ടാവും. ചിലവർ വിചാരിക്കും നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഓടിപ്പോകും എന്നൊക്കെ പല ചിന്തകളുണ്ട്. ഒരു ഓട്ടവും ഇല്ല, ഒരു വിഷമവും ഇല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിലൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാക്കി തരാം. താങ്ക് യു. ഇനിയെങ്കിലും ചേച്ചിയെ രാഷ്ട്രീയം എന്താണെന്നൊന്ന് പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ടിറങ്ങുക. BJP രാഷ്ട്രീയത്തിനോട് ഈ നാട്ടുകാർക്ക് വലിയ കമ്പാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ. പിന്നെ 3 വിരിഞ്ഞത് വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലും കരിങ്കണ്ണ് തട്ടാതിരിക്കാൻ, കരിനാക്ക് തട്ടാതിരിക്കുമായിരുന്നു വെക്കൂലേ. അങ്ങനെ 3. അടുത്ത സീസണിൽ ഇതൊന്നും ഉണ്ടാവില്ല, ഒക്കെ പോവും. 2020 പോയിട്ടുള്ള വില മൊത്തം കളഞ്ഞ്. BJP പോയാൽ കുറച്ചെങ്കിലും വില ഉണ്ടാവുമായിരുന്നു, ഒരു ചാണകത്തിൻ്റെങ്കിലും വില. എന്തായാലും കൊള്ളാം. രണ്ടാളും ഒരു മൂലക്കിരുന്നങ്ങ് മോങ്ങ് സുല.